ഹലോ സൂസൻ, ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഞാനിവിടെ എത്തി. പാർട്ടിയെ കഴിഞ്ഞു. ഞാനിവിടെ ഇറങ്ങുന്നേ ഉള്ളൂ. അഭിഷേക് ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുക. എത്തിയിട്ട് അങ്ങോട്ട് വരാം. ഞാനൊരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും. അതിനുള്ളിൽ വരും. ഓക്കെ, ശരി, അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ. എന്താണ് ബ്രോ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത്? എന്താ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഹലോ, എവിടെ എത്തി നീ? പ്ലാറ്റ്ഫോമിലെത്തിയോ? എവിടെ? ഞാനിവിടെ സെക്കൻഡിലാണല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഞാൻ ഇവിടെ എത്തിയിട്ട് 10 മിനിറ്റായി. നീ 10 മിനിറ്റോ? 10 മിനിറ്റ് എടുക്കുമോ? 10 മിനിറ്റ് എടുക്കുമെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കാണും. തനിക്കെന്താടോ പ്രാന്തോ? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടോ ഞാൻ പോകുന്ന ജീവിതത്തിനെ കുറിച്ച്. താനിപ്പോ എന്ത് ചെയ്താലും താനിപ്പോ മരിക്കുന്നത് എന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ മരിക്കണോ എനിക്ക്? എടോ, എനിക്ക് വേറെ എന്താടോ ഓപ്ഷൻ ഉള്ളത്? എന്നെ എടോ, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. താനൊന്ന് വിഷമിക്കാണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും പരിഹാരം എന്ത് ഉണ്ടാക്കാം. പരിഹാരം? ട്രെയിനിന്റെ ഫ്രണ്ടിൽ ചാടി ചാവുന്നതല്ല തന്റെ പരിഹാരം. അതേ ഉള്ളടോ, എനിക്കിപ്പോ ഒരു അതല്ല, പരിഹാരം. എന്താ തന്റെ പ്രശ്നം? എനിക്ക് കേൾക്കണം. എന്താ പ്രശ്നം? എടോ താനൊന്ന് കൂളാവും. എന്താ തന്റെ പ്രശ്നം? സൊല്യൂഷൻ ഒരു പ്രോബ്ലവും ഈ ലോകത്തില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ തന്റെ പ്രശ്നങ്ങളൊന്ന് കേട്ടിരിക്കാം. അതൊക്കെ ഞാൻ ചെയ്യാം. താൻ പറയൂ, എൻ്റെ കൂടെ പറയൂ. ഒരു 6 മാസം മുന്നേ ആയിരുന്നു എന്റെ ജീവിതം മാറി മറിഞ്ഞത്. എന്താ ലേറ്റ് ആയി? ഏയ് ഒന്നുമില്ലടാ, ജോലി ചെയ്യായിരുന്നു. ഞാനത് അരിയുമായിരുന്നു. എന്തു പറ്റി? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ല? എന്ത് കാര്യം? ഒരാഴ്ച മുന്നേ ഓഫീസിൽ വെച്ച് ഞാനൊന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അവരെല്ലാം എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കഴിഞ്ഞ അപ്പൊ ആഴ്ചയോ? ഡോക്ടർ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, പൈസ കിട്ടാനായിട്ടുള്ള പരിപാടിയാണെന്ന് കരുതിയത്. ഇന്ന് അതിന്റെ റിസൾട്ട് വന്നു. ക്യാൻസറാ, 4th സ്റ്റേജ്. ഡോക്ടർമാർ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എഴുന്നേറ്റായിരുന്നോ? ദേ ഇപ്പൊ എഴുന്നേറ്റ്. ചായ ആണോ? പിന്നെ മതി. ആദ്യം എവിടെ? ട്യൂഷന് പോയി. നീ ഓക്കെ ആണോ? ആടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ചുമ്മാ ടെൻഷൻ അടിക്കാണ്ടിരുന്നാ മതി. നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. നീ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ, എന്തായാലും കുഴപ്പമില്ല. അച്ഛന് വീട്ടിലോട്ട് വന്നിട്ടായിരുന്നോ? അതാകുമ്പോ അവനെയും കാണാമായിരുന്നല്ലോ. എനിക്ക് നിന്നെ മാത്രമാ കാണേണ്ടത്, അവനെ കാണാനല്ല. എന്താ അച്ഛ, അവനിങ്ങനെ വൈകാതെ എടുക്കുന്ന സമയത്ത് അച്ഛൻ അവനെ ഒന്ന് വന്ന് കാണുന്നതല്ലേ? അന്ന് എന്നും എനിക്ക് നിന്റേതായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു തീരുമാനമായിട്ടാ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ നീ വീട്ടിൽ വരണം. പറ്റത്തില്ല അച്ഛാ, വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജോലിയും ഞാൻ ഇല്ല, അവനെ വിട്ടിട്ട് സാമ്പത്തികവും എങ്ങനെയാ ഇല്ല. വരുന്നെ? അവനെ നീ എനിക്ക് എത്ര നാൾ അവനെ ജോലിയുണ്ടല്ലോ. നോക്കും? എനിക്ക് പറ്റുന്നത്രേ. ചേട്ടാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ചേട്ടാ, ഒരാൾക്ക് അസുഖം വരുമ്പോ അയാൾ ഇട്ടിട്ട് പോകുന്നതാണോ ചെയ്യേണ്ടത്? ചേട്ടാ, എനിക്കിപ്പോ ജോലി ഉണ്ടല്ലോ.
ഞാനും നിന്റെ ചേട്ടനും ഇത്രയും നേരം നിന്നോട് കാര്യം പറഞ്ഞു. ഇനി നീ മാറിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്റേതായ തീരുമാനം എടുക്കേണ്ടി വരും. ഞാൻ വരത്തില്ല അച്ഛൻ, ഞാൻ വരത്തില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ വരത്തില്ല. ബാ, കഴിഞ്ഞു. ഇതോടെ സകല ബന്ധവും കഴിഞ്ഞു. ഞാനും നീ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. ഹലോ. ആ ചേച്ചി പറഞ്ഞോ. എടാ നീ എവിടാ? ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു ചേച്ചി. ആണോ? എടാ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പൈസ ഇപ്പൊ ഇച്ചിരി ടൈറ്റ് ആണ് ചേച്ചി. വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോണ്ട് ഇപ്പൊ ഇച്ചിരി എടാ ടൈറ്റ് ആണ്. നിനക്ക് അവന്റെ അവസ്ഥ ഇപ്പൊ അറിയാലോ. അവൻ ജോലിക്കും പോകുന്നില്ല. പിന്നെ എന്റെ ശമ്പളം മാത്രമല്ലേ ഉള്ളൂ. അപ്പം കുട്ടിയുടെ കാര്യം നോക്കണം. എങ്ങനെയെങ്കിലും എനിക്കൊരു 80,000 രൂപ അറേഞ്ച് ചെയ്യണ്ടാവോ? 80,000 എന്നൊക്കെ പറയുമ്പോ ഒരു വലിയ തുകയല്ലേ ചേച്ചി. അത് ഒരുമിച്ചെടുക്കാൻ എന്തായാലും ഉണ്ടാവില്ല. എടാ 80 അപ്പോഴത്തെ 80,000 എന്നൊക്കെ പറയുമ്പോ ഒരു വലിയ തുകയല്ലേ ചേച്ചി. അത് ഒരുമിച്ചെടുക്കാൻ അപ്പോഴത്തെ അവസ്ഥ അതല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ആയോണ്ടല്ലേ. ഇപ്പൊ 80,000 എന്നൊക്കെ പറയുമ്പോ ഒരുമിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചേച്ചി. നമ്മുടെ വീട് പണി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. എടാ എന്താണ് ഇങ്ങനെ പറയണത്? മനസ്സിലാവണില്ലേ? എടാ ചേച്ചിയുടെ ഇത്ര അവസ്ഥ അത്യാവശ്യമായിട്ടല്ലേ ഞാൻ മനസ്സിലാക്കാൻ ചോദിക്കണത്. പറ്റാത്തോണ്ടല്ല. അതുകൊണ്ടല്ലേ അന്ന് അച്ഛൻ വിളിക്കാൻ വന്നത്. അന്ന് ചേച്ചി തന്നെയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞ. അന്ന് അച്ഛന്റെ കൂടെ കുടുംബത്തിൽ നിൽക്കാൻ ഒന്ന് വിളിച്ചതല്ലേ. അപ്പൊ അല്ലേ ചേച്ചി പറഞ്ഞ അവിടെ തന്നെ നിക്കത്തുള്ളൂ, ചേച്ചിയുടെ ജോലി ഉണ്ടെന്നൊക്കെ. ഓക്കെ ഞാൻ നോക്കിക്കോളാം. ശരി ശരി ശരി. ഇനി താൻ പറ, തനിക്ക് എന്റെ കഥയൊക്കെ കേട്ടിട്ട് തനിക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റണേ? എടാ ഞാനേ ഇന്നലെ ഒരാളെ കണ്ടു. എന്തോ ഭാഗ്യത്തിന് പുള്ളിയെ ഞാനൊരു ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചു. നമ്മുടെ കളമശ്ശേരിയിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പുള്ളിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പുള്ളി വിവരിച്ചത് പ്രകാരമാണെങ്കിൽ ഒട്ടുമിക്ക ക്യാൻസർ രോഗികളുടെ അവസ്ഥയൊക്കെ അങ്ങനെ. അതായത് വീടെല്ലാം ജപ്തിയുടെ വക്കില, പൈസ മൊത്തവും പോയി. മനസ്സിലായില്ല? അത്രയും ചിലവാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്നത്. ഇങ്ങനത്തെ ഒരു ഏജൻസി ഒന്നുമില്ല ഇതിനു വേണ്ടി ഇങ്ങനെ അവരെ സഹായിക്കാനൊക്കെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാലോ? നമ്മളോ? നമ്മളെന്താ എടാ, നിനക്കാണെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ട്, എനിക്കാണെങ്കിൽ NGOയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ VRS എടുത്ത് പോകാൻ പോവുക. നീ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് കോണ്ടാക്ട്സ് നിനക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം സെറ്റാവും. എങ്ങനെ എന്ത് പറയും? പക്ഷെ അവരുടെ ക്യാൻസർ അത് വെച്ച് ട്രീറ്റ് ആകില്ലല്ലോ. ക്യാൻസർ ട്രീറ്റ് ആവത്തില്ല. ക്യാൻസറിനേക്കാൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ക്യാൻസറിനോടൊപ്പം ജീവിക്കുന്ന ആൾക്കാർക്കാണ്. അതായത് അതെ, അവരുടെ ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ വരുന്നത്. ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ ക്യാൻസർ രോഗത്തേക്കാൾ ഉപരി ഒരു വലിയൊരു ബാധ്യതയായിട്ട് അവർ കണക്കാക്കുന്നത് ഇതിൻ്റെ പൈസയുടെ ചിലവ് ഓർത്തിട്ടാണ്. മനസ്സിലായി? അപ്പോൾ ഈ പൈസയുടെ ചിലവ് നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങ് നമുക്ക് ചെയ്യാനായി കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഒരു കൈ നോക്കാം. അതെ, ഞാൻ അതിന് ഫുള്ള് ഇറങ്ങാൻ പോവാ. ഇത് എന്തായാലും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങാം. ഞാൻ അതിനുവേണ്ടി ഫുള്ള് ഇറങ്ങാൻ പോവാം. നിങ്ങൾ എൻ്റെ കൂടെ കാണണം. ഓക്കെ, ശരി. അന്ന് ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അഭിജിത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തു, ക്യാൻസർ സെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ വൺ മിസ്റ്റർ അജ്ജു, പുള്ളി ആക്ച്വലി ഒരു ടെക്കിയാണ്. സോ അയാൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി മാക്സിമം ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ സംരംഭം ഇപ്പോൾ ഒരുപാട് പേർക്ക്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളായിട്ട് ഒരുപാട് പേർക്ക് ഒരു വെളിച്ചമായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ താങ്കൾക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. താങ്കളുടെ വിലയേറിയ സമയം ഇതിനുവേണ്ടി ഉപയോഗിച്ച്